ഹായ്, വെൽക്കം ടു കളപ്പുര കിച്ചൺ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചെമ്പരത്തി വെച്ചിട്ടൊരു ഹൽവയാണ്. ചെമ്പരത്തിയുടെ സ്ക്വാഷൊക്കെ പലരും യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹൽവയാണ്. നമ്മുടെ പ്രകൃതിയിൽ നിന്നുള്ള ഒരു സാധനം വെച്ചിട്ടൊരു ഹൽവ, അതും ചെമ്പരത്തിപ്പൂ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ട് നമ്മൾ കുറച്ച് ചെമ്പരത്തിപ്പൂ പറിച്ച് വെച്ചിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള അരിപ്പൊടിയാണ് പിന്നെ വേണ്ടത്. അപ്പോൾ നമ്മൾ തന്നെ അത് കുറച്ച് അരി, ഒരു ഗ്ലാസ് അരി കുറച്ച് നേരം വെള്ളത്തിലിട്ട്, ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തതിന് ശേഷം അതൊന്ന് വാരി വെച്ച് അതിൻ്റെ വെള്ളം കുറഞ്ഞു കഴിയുമ്പോൾ മിക്സിയിലിട്ട് പൊടിച്ച് അരിച്ചെടുക്കുക. പിന്നെ വേണ്ടുന്ന ഒരു ബൗൾ പഞ്ചസാര, ഏലക്കായ പൊടിച്ചത്, പിന്നെ നെയ്യ്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് അതിൻ്റെ ഞെട്ടും അതിൻ്റെ പൂവിൻ്റെ അറ്റത്തുള്ള ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് മിക്സിയിൽ അല്പം വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്കിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് മാറ്റാം. ഇനി അരിപ്പൊടി നമുക്ക് ഒരു പാത്രത്തിലോട്ടൊന്ന് പകർത്തി മാറ്റാം. ഇതിലേക്കിട്ട് ഈ പാത്രത്തിലിട്ട് എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റുന്ന ഒരളവിലുള്ളൊരു പാത്രം എടുത്ത് വയ്ക്കാം. നമുക്കിനി ഒരു ബൗൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അരച്ച് വെച്ചിരിക്കുന്ന ചെമ്പരത്തി പൂവും അതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ട കെട്ടാതെ നന്നായിട്ട് അങ്ങോട്ട് കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു തവി കൊണ്ടോ ഒക്കെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അല്പം വെള്ളം ഒഴിച്ചൊന്ന് നീട്ടിയെടുക്കുക. ഈ ബാറ്റർ ഇങ്ങനെ തടിപ്പില്ലാതെ അയഞ്ഞങ്ങ് കിടക്കണം. അല്ലെങ്കിൽ നമ്മൾ ചൂടുകട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ച് കഴിയുമ്പോൾ ചൂടങ്ങ് ചെല്ലുമ്പോൾ തന്നെ ഇതങ്ങ് കട്ട പിടിക്കും. അപ്പോൾ അങ്ങനെയല്ല, ഈ പൊടിയെല്ലാം വെന്ത് കിട്ടാനുള്ളൊരു സാവകാശത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിൽ അങ്ങ് അയച്ച് വേണം ഇതിങ്ങനെ കുറുക്കിയെടുക്കാൻ, കലക്കിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുള്ളതിൽ നമ്മളൊരു ചൂട് കട്ടിയുള്ളൊരു ചീനച്ചട്ടിയാണ് ഞാനിപ്പോൾ വെച്ച് കൊടുക്കുന്നത്. നോൺ സ്റ്റിക്ക് പാത്രമോ എന്തുള്ള, അപ്പോൾ ഏത് സാഹചര്യത്തിലും ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ് ഞാൻ ഈ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചീനച്ചട്ടിയൊക്കെ ഉപയോഗിക്കുന്നത്. നന്നായിട്ട് അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിച്ച് വരുമ്പോഴേക്കും ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചു തുടങ്ങും. അപ്പോൾ നമ്മൾ കൈ വിടാതെ തന്നെ ഇങ്ങനെ ഇളക്കി 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 കൊണ്ടുവരിക. അപ്പോൾ ചെറുതായിട്ട് തടിച്ചു വന്നിട്ടുണ്ട്, കുറുകി കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഇതാ സ്പീഡിന് ഇളക്കണം ഇനി. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറുകി വരുന്ന പരുവത്തിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നല്ലോണം കുറുക്കി നമ്മുടെ ഹൽവയുടെ അളവിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹൽവയുടെ പരുവമായിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ നമ്മൾ ഒന്നെങ്കിൽ കയ്യിലേക്ക് എടുത്ത് ഉരുട്ടി നോക്കുക. ഉരുള പോലെ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് പാകം. നെയ്യാണ് തടവണത്, അത് തടവിക്കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ ഹൽവ കോരി ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതാ നമ്മൾ അത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 2-3 മണിക്കൂർ ഇരിക്കണം, തണുത്ത് വരാനായിട്ട് 2-3 മണിക്കൂർ ഇരിക്കണം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു 15 മിനിറ്റ് മതി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.